ഒരു ഫോറിൻ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ പല ഫോറിൻ ഹോട്ടലിൽ നമുക്ക് വായ കഴുകാൻ അവിടെ ഒരു വാഷ് ബേസിൻ പോലും ഉണ്ടാവില്ല. അപ്പം അവരുടെ രീതികൾ വ്യത്യാസമുണ്ട്. നമ്മളത് അന്ധമായിട്ട് അനുകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഡോക്ടർ, ഇങ്ങനെ പ്രായമായ ആളുകൾക്ക് ക്ലിപ്പ് ഇടാൻ സാധിക്കുമോ? അത് എന്താ, അതൊക്കെ എഫക്റ്റീവ് ആണോ, അത് ദോഷമാണോ, അങ്ങനെ എന്താണ് അത്? ക്ലിപ്പ് നമുക്ക് പല്ലുകൾ അകത്തേക്ക് കൊണ്ടുപോകാനായിട്ടും മുഖസൗന്ദര്യം കൂട്ടാനായിട്ടാണ് ക്ലിപ്പുകൾ ഉപയോഗിക്കുന്നത്. ക്ലിപ്പ് ഉപയോഗിക്കുന്നതിന് പ്രായം ഒരു വിഷയമല്ല. പ്രായമാകുമ്പോൾ പല്ലുകൾക്കൊരു അല്ല, അത് ഞാൻ വരട്ടെ, അതിലേക്ക് വരാം. അപ്പോൾ അത് മോണ വീക്ക് ആയാൽ നമുക്ക് ക്ലിപ്പ് ഇടാൻ പാടില്ല. അല്ലെങ്കിൽ പല്ലിന് ചെറിയ ഇളക്കമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിപ്പ് ഇടാൻ പാടില്ല. മോണയ്ക്ക് നല്ല ആരോഗ്യമുണ്ട്. പക്ഷെ പ്രായം ഇപ്പോൾ 40 വയസ്സായി, 50 വയസ്സായി, 60 വയസ്സായ ആളുകളിലും നല്ല മോണയ്ക്ക് ബലമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അവർക്ക് ക്ലിപ്പ് ഇടാൻ പറ്റും. ക്ലിപ്പ് തന്നെ പല ടൈപ്പുണ്ട്. നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്തുള്ള ക്ലിപ്പ് ഉണ്ട്, പിന്നെ നമ്മൾ കാണാത്ത ടൈപ്പുള്ള അലൈനേഴ്സ് ഉണ്ട്, അങ്ങനെ പലതരത്തിൽ ക്ലിപ്പുകളുണ്ട്. അപ്പോൾ പ്രായമല്ല അതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ. ഡോക്ടർ, അതുപോലെ തന്നെ ആളുകൾ ചെയ്യാൻ മടിക്കുന്ന ഒന്നാണ് ഡെൻ്റൽ ക്ലീനിങ് എന്ന് പറയുന്നത്. അത് ഡെൻ്റൽ ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പല ആളുകളും അത് ചെയ്യാൻ മടിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി? ആക്ച്വലി ഡെൻ്റൽ ക്ലീനിങ് നമ്മൾ ഒരു 6 മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യുന്നത് ആക്ച്വലി നല്ലതാണ്. പക്ഷേ ഓൾറെഡി പ്രായമായ ആളുകളിൽ മോണയൊക്കെ താഴോട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരിൽ ക്ലീൻ ചെയ്യുമ്പോൾ അന്നേരം ഒരു താൽക്കാലികമായിട്ടൊരു പുളിപ്പും അസ്വസ്ഥതയും ഒക്കെ ചെറുതായിട്ട് വരാം. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ചില ആളുകൾക്ക്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചില അനസ്തെറ്റിക് ചെറിയ ജെല്ലൊക്കെ പുരട്ടി നമുക്കത് അസ്വസ്ഥത കുറയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ക്ലീൻ ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ ഒരു ഗം ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് അത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമ്മളൊരു ഇയർലി വൺസെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതെല്ലാ ഡെൻ്റൽ ക്ലിനിക്കുകളിലും ക്ലീൻ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ കുട്ടികളുടെ പല്ലുകളൊക്കെ ഇങ്ങനെ പൊന്തിയിട്ട് അവർക്ക് കോൺഫിഡൻസ് നശിച്ചു പോകുന്നൊരു പ്രവണതയുണ്ടല്ലോ. അപ്പോൾ ഏത് പ്രായത്തിലാണ് ഒരു കുട്ടിക്ക് ക്ലിപ്പ് ഇടാനായിട്ട് സാധിക്കുക? അത് ഡിഫറെൻറ്റ് ക്ലിപ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ. ഇപ്പോൾ ക്ലിപ്പ് ഇടാനായിട്ട് നമുക്ക് ഇപ്പോൾ വളരുന്ന പ്രായത്തിലെ കുട്ടികൾക്ക്, ഉദാഹരണത്തിന് ഇപ്പം നമുക്കൊരു 7 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ അവർക്ക് പാൽപ്പല്ലുകളും മറ്റേ പെർമനൻറ്റ് സ്ഥിരമായിട്ടുള്ള പല്ലുകളും വരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് പലപ്പോഴും മേൽത്താടിയലിൻ്റെയും കീഴ്ത്താടിയലിൻ്റെയും ഒക്കെ വളർച്ച വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ പേരൻസ് അത് നോട്ട് ചെയ്യണമെന്നില്ല. ഒരു നല്ല ഡെൻ്റൽ ഡോക്ടർക്ക് അത് എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ മേൽത്താടിയലിൻ്റെയും കീഴ്ത്താടിയലിൻ്റെയും വളർച്ചയിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് മയോ ഫങ്ഷണൽ അപ്ലയൻസ് എന്ന പ്രത്യേക തര ക്ലിപ്പുകൾ വെച്ച് ആ വളർച്ചയെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ കീഴ്ത്താടിയലിൽ ഒരാളുടെ ഒത്തിരി ഉള്ളിലേക്ക് ഇരിക്കുക, അപ്പോൾ കുഞ്ഞിനത് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ ആ താടിയലിൻ്റെ വളർച്ച നമുക്കത് മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ മേൽത്താടിയലിൽ നമുക്ക് ഒത്തിരി നീണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ചില പ്രത്യേക ക്ലിപ്പ് വെച്ച് പുറകിലേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും. അതെല്ലാം ഏകദേശം ഒരു 7 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്കാണ് ഇങ്ങനത്തെ മയോ ഫങ്ഷണൽ ക്ലിപ്പുകൾ ഉപയോഗിക്കേണ്ടത്. ഒരു 11 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരുടെ പല്ലുകളെല്ലാം പോയി കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റ് കൂടിയ ക്ലിപ്പുകളിലേക്ക്, ഫിക്സർ ക്ലിപ്പുകളിലേക്കൊക്കെ വഴിയാണ് പിന്നെ പല്ലുകളുടെ ക്രമീകരണങ്ങൾ നടത്തുക. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രിയിൽ നൂതന സാധ്യതകൾ എന്തെല്ലാമാണെന്നൊന്ന് പറയാമോ? കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രി എന്നാൽ ഇപ്പോൾ വളരെ അധികം ചേഞ്ചസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഡെൻറ്റിസ്ട്രിയിലൊരു പുതിയ ഏരിയ ആണത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ് എന്ന പരിപാടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നമ്മളുടെ ഫേസും പല്ലുകളും ഒക്കെ സ്കാൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് നമ്മളുടെ സ്മൈൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഈ സ്മൈല് എൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചിരിക്കുമ്പോൾ നമ്മളുടെ പല്ലുകൾ എന്തുമാത്രം കാണണം, എന്തുമാത്രം കാണരുത്, മോണ എന്തുമാത്രം എക്സ്പോസ്ഡ് ആവണം, ആകരുത്, അങ്ങനെയൊക്കെയുള്ള അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് പല്ലുകളുടെയും പുഞ്ചിരിയൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്മൈൽ ഡിസൈനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഒരിത്. മറ്റൊന്ന്, നമുക്ക് പല്ലുകൾ ഇപ്പോൾ പലർക്കും വെളുത്ത പല്ലുകളോട് വളരെ താല്പര്യമുണ്ട്. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും വെളുത്ത പല്ലല്ല, ശരിക്കും
വേണ്ടത് ഒരു ഇളം മഞ്ഞ. ശരിയാണ്, നമ്മുടെ ആരുടെയും പല്ലുകൾ വെളുത്തല്ല ഇരിക്കുന്നത്, അതൊരു ഓഫ് വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു ഇളം മഞ്ഞ കളറാണ്. അത് നമ്മളുടെ സ്കിൻ കളറുമായിട്ട് തന്നെ അതിന് ചില സാമ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കുറച്ച് ഡാർക്ക് സ്കിൻ ആൾക്കാർക്ക് കുറച്ച് വെളുത്ത പല്ല് കൂടുതലായിരിക്കും, വെളുപ്പ് കൂടുതലായിരിക്കും. അതിൽ കുറച്ച് ഫെയർ സ്കിൻ ഉള്ളവർക്ക് കുറച്ച് യെല്ലോയിഷ് പല്ലായിരിക്കും കൂടുതൽ വരിക, പൊതുവെ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ മഞ്ഞ ഇരിക്കുന്ന പല്ലുകൾ നമുക്ക് വൈറ്റനിങ് വഴി, പ്രത്യേക ബ്ലീച്ചിങ് വഴി, ചില ലേസർ ട്രീറ്റ്മെൻറ്റ് വഴിയൊക്കെ പല്ലിൻ്റെ നിറം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫിലിം ഫീൽഡിലൊക്കെ ആളുകൾ സ്ഥിരമായിട്ട് ചെയ്യുന്നു. അവര് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള വൈറ്റനിങ് അവർ സ്ഥിരം ചെയ്യുന്നുണ്ട്. വെളി രാജ്യങ്ങളിലും നമുക്ക് പുറത്തുള്ള രാജ്യങ്ങളിലും വൈറ്റനിങ് പൊതുവെ ഒത്തിരി കൂടുതൽ ചെയ്യാറുണ്ട്. നമ്മളുടെ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്, എന്നാലും ഇപ്പോൾ ആളുകൾ ഒത്തിരി അവെയറായി വരുന്നുണ്ട്. ഡോക്ടർ, ഈ ഡെന്റൽ വെർണീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, അത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, എന്താണ് അത് സംഭവം എന്നുള്ളതൊക്കെ അറിയാനായിട്ട്. ഡെന്റൽ വെനീർ എന്ന് പറയുന്നത് ഒരു ഇനാമലിൻ്റെ ഒരു ചെറിയ പാളി പോലെയുള്ള ഒരു സാധനമാണ്. അത് നമ്മളുടെ ഒരു നഖത്തിൻ്റെ ഒരു പാളി എടുത്ത് എങ്ങനെ ഇരിക്കും അതുപോലെ പല്ലിൻ്റെ ഒരു ഔട്ടർ ലെയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനാണ് ഡെന്റൽ വെനീർസ് എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് പോർസലിൻ ലാമിനേറ്റ്സ്. രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ അത് മെയിനായിട്ട് നമുക്ക് പല്ലുകളുടെ നിറം കൂട്ടാനായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മഞ്ഞ പല്ലുള്ള ആളിന് നമുക്കൊരു വൈറ്റ് കളറിലുള്ള ഡെന്റൽ വെനീർ കൊടുത്താൽ അയാളുടെ പല്ല് വൈറ്റ് ആവും. അപ്പോൾ ഫ്രണ്ടിലുള്ള ഏകദേശം ഒരു 6 പല്ലുകൾ, അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള ഇങ്ങോട്ട് 3 പല്ല് ഇങ്ങോട്ട് 3 പല്ല്, അങ്ങനെ 6 പല്ല് നമ്മൾ ഒന്നിച്ച് ചെയ്യും, അല്ലെങ്കിൽ ഫ്രണ്ടിലെ 8 പല്ലുകൾ ചെയ്യും. അപ്പോൾ കളർ കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് കൂടാണ്ട് പല്ലിൻ്റെ ഷേപ്പുകൾ വെനീർ വഴി മാറ്റാം. ഇപ്പോൾ ഉദാഹരണത്തിന് അല്പം പല്ലിപ്പോൾ ചെരിഞ്ഞിരിക്കുകയാണ്, അതൊക്കെ വെനീർ വഴി അതിൻ്റെ ചെരിവ് മാറ്റാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഒരു പല്ല് അല്പം പൊങ്ങിയിരിക്കുക അല്ലെങ്കിൽ താണിരിക്കുകയാണ്, അതിൻ്റെ ലെവലിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെനീർ വഴി നമുക്കത് മനോഹരമാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡുകളുണ്ടല്ലോ, ഇപ്പം ഐസ് അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള ഫുഡ്സ്, ഇത് രണ്ടും കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലിന്റെ ആരോഗ്യത്തെ അത് ബാധിക്കും. ശരിയാണ്, ഐസ് കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ അതെ, അത് നമ്മൾ ഒത്തിരി തണുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ നല്ല, അതുപോലെ ഒത്തിരി ചൂടും പാടില്ല. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് എപ്പോഴും നല്ലത്. അല്ലേ? സാധാരണ കുട്ടികളുടെ ആദ്യ ഡോക്ടർ വിസിറ്റ് എപ്പോൾ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്? കുട്ടികളുടെ ആദ്യത്തെ ഡെന്റൽ വിസിറ്റ് എപ്പോഴും ഒരു ആദ്യത്തെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഏകദേശം 1 വയസ്സിനും 1.5 വയസ്സിനൊക്കെ ഇടയ്ക്കായിരിക്കും നല്ലത്. അപ്പോൾ അവർക്ക് പല്ലുകൾ 6 മാസം ആകുമ്പോൾ തന്നെ പല്ലുകൾ താഴത്തെ ജോയിൽ വരാൻ തുടങ്ങും. പിന്നെ 1 വയസ്സാകുമ്പോഴേക്കും മുകളിലത്തെ ഒരു 3-4 പല്ലുകൾ വരും. അപ്പോൾ ഒരു 1.5 വയസ്സാകുമ്പോഴേക്കും അവർക്കൊരു 5-8 പല്ലുകളെങ്കിലും മുകളിൽ ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് ഒരു ഫസ്റ്റ് കൺസൾട്ടേഷൻ നമ്മൾ വെറുതെ വന്ന് കുട്ടികളൊന്നും ചെയ്യണ്ട. കുട്ടികൾ നമ്മൾ ഈ ക്ലിനിക്കും ഇതൊക്കെ ആയിട്ട് വെറുതെ പരിചയപ്പെട്ടു പോകുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, അതുപോലെ വിസ്റ്റം ടൂത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അത് പല്ലെടുത്ത് കളയേണ്ടി വരുമോ, അതോ മരുന്ന് കൊണ്ട് നമുക്കത് മാറ്റാൻ സാധിക്കുമോ? അത് വിസ്റ്റം ടൂത്ത് എന്ന് പറയുന്നത് നമ്മളുടെ വായിൽ ഏറ്റവും അവസാനം വരുന്ന പല്ലുകൾക്കാണ് വിസ്റ്റം ടൂത്ത് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ അണപ്പല്ല് അത് ഏകദേശം 18 വയസ്സിന് 25 വയസ്സിന് ഇടയ്ക്കാണ് വരിക. അത് നമുക്ക് 4 വിസ്റ്റം ടൂത്തുകളുണ്ട്, ഇവിടെ 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 ഇവിടെ. അത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരും. അത് കാരണം നമുക്ക് ബാക്കി പല്ലുകളെല്ലാം 10-11 വയസ്സിൽ വന്ന് കഴിയും. ഈ വിസ്ഡം ടീത്ത് ഏറ്റവും അവസാനം വരുന്നത് 18-25 ഏജിലാണ് വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ പലപ്പോഴും അത് താടിയലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുക, ചെരിഞ്ഞ് വരിക, പകുതി വരിക, അങ്ങനെ പല പ്രശ്നങ്ങളും അതിന് കാണാറുണ്ട്. അതാണ് അത് പെയിൻഫുൾ ആയിട്ട് വരുന്നത്. ഒരു ഏകദേശം ഒരു 60% ആൾക്കാർക്കും വിസ്ഡം ടീത്ത് ചെരിഞ്ഞും അത് അതിൻ്റെ പൊസിഷൻ മാറിയൊക്കെ വരിക. അപ്പോൾ അത് അങ്ങനെ ഒരു വേദന ഉണ്ടെങ്കിൽ നമ്മളത് ഒരു ഡെൻ്റൽ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നമുക്കൊരു ചെറിയ എക്സ്റേ എടുക്കണം. പല്ലിൻ്റെ ചെറിയ എക്സ്റേ, ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ ഉള്ളൂ ഇപ്പോൾ എക്സ്റേ ഒക്കെ എടുക്കുന്നത്. പഴയ പോലെയുള്ള പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻട്രാ ഓറൽ സ്കാനേഴ്സ് തന്നെ ഉണ്ട്. അപ്പോൾ അത് റേഡിയേഷനൊക്കെ ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് എക്സ്റേ എടുക്കാൻ പറ്റും. എക്സ്റേ നോക്കിയാൽ പല്ല് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാകും. എന്നിട്ട് അത് എടുക്കേണ്ടതാണെങ്കിൽ അത് എടുത്ത് മാറ്റുന്നത് തന്നെയാണ് നല്ലത്. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം മരുന്ന് കഴിച്ചാൽ താൽക്കാലികമായിട്ടൊരു ആശ്വാസം കിട്ടുകയുള്ളൂ. അപ്പോൾ അത് എടുത്ത് ഇപ്പോൾ ചില കേസുകളിൽ നമുക്ക് ഈ അറ്റത്തെ പല്ല് വന്നിട്ട് തൊട്ട് മുമ്പിലത്തെ പല്ലിലേക്ക് വന്നിട്ട് ഇടിച്ച് നിൽക്കുകയും അതിലേക്ക് തുളഞ്ഞ് കയറി നിൽക്കുന്ന അവസ്ഥ പോലെയൊക്കെ വരാം. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് നമ്മളത് എടുത്ത് മാറ്റണം.
ഓക്കെ ഓക്കെ. അപ്പോൾ അത് സാധാരണ പല്ലെടുക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ട രീതിയിലാണ് വിസ്ഡം ടീത്ത് എടുക്കുന്നത്. അതൊരു സർജിക്കലി എടുക്കുക എന്ന് പറയും. അതിന് മോണ മാറ്റി, ഒട്ടും വേദന ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. മോണം മാറ്റി പ്രത്യേക രീതിയിലാണ് അത് എടുക്കുന്നത്. ഓക്കെ ഓക്കെ ഡോക്ടർ, നമുക്ക് ഈ പല്ലിന് ഭയങ്കരമായിട്ട് മഞ്ഞ കളറ് വരുമ്പോൾ ഈ പല സോഷ്യൽ മീഡിയാസിലും വിനാഗിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുള്ള ഹോം റെമഡീസ് കാര്യങ്ങൾ, അതൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം അല്ല. നമുക്ക് മഞ്ഞനിറം മാറ്റാനുള്ള വിദ്യ നമുക്ക് ഇതിൽ ഉണ്ടോ? നമുക്ക് സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, റോങ് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്. അതിലുള്ള ഒന്നാണ് നമുക്ക് ഇപ്പോൾ വിനാഗിരി ഉപയോഗിച്ച് പല്ല് ഒതുക്കി തേച്ച് കഴിഞ്ഞാൽ പല്ല് വെളുക്കും അങ്ങനെയൊക്കെ ഉള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ചെയ്യുമ്പോൾ അത് ഗുണത്തെക്കാളേറെ ദോഷങ്ങളാണ് വരുന്നത്. വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഉദാഹരണത്തിന് വിനാഗിരി എന്ന് പറയുമ്പോൾ ഒരു ആസിഡാണത്. അത് നമ്മളത് ഒത്തിരി ഒതുക്കി പല്ലിൽ ഇപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അതൊരു അബ്രേസീവ് ആക്ഷൻ വരിക. അബ്രേസീവ് ആക്ഷൻ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ പല്ലുകളുടെ മുകളിലത്തെ ഒരു ലെയർ തന്നെ തേഞ്ഞു പോകാം. അത് എന്നിട്ട് നമുക്ക് കൂടുതൽ പുളിപ്പ് വരും. പിന്നെ ഈ ഔട്ടർ ലെയർ ഇനാമൽ തേഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലത്തെ മഞ്ഞ ലെയർ കൂടുതൽ തെളിഞ്ഞു വരും. അങ്ങനെ പല കുഴപ്പങ്ങളുണ്ട്.